പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും അറിയാവുന്നതുമായ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പാലപ്പം പല രീതിയിൽ ഉണ്ടാക്കാം, എന്നാൽ പലപ്പോഴും പലർക്കും അത് ശരിയാകാതെ വരുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെത്തേഡിൽ ഉണ്ടാക്കിയാൽ എളുപ്പത്തിലും സോഫ്റ്റുമായ അപ്പം ഏത് സമയത്തും എപ്പോഴും ശരിയായ രീതിയിൽ ഉണ്ടാക്കാം. കൂടാതെ അധിക സമയം മെനക്കെടാതെയും അരി അരയ്ക്കാതെയും കപ്പി കാച്ചാതെയും 2 മണിക്കൂർ കൊണ്ട് രുചിക്കൊട്ടും കുറയാതെ പൂ പോലത്തെ പാലപ്പം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ജാറിലേക്കോ അല്ലെങ്കിൽ കപ്പിലേക്കോ 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 15 മിനിറ്റ് അടച്ചു വെക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചോറ്, അത് ഏത് ചോറുമാകാം, എന്നിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു കൊച്ചുള്ളി. ചെറിയ ജീരകവും കൊച്ചുള്ളിയും ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ഈസ്റ്റിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഈ അരപ്പിലേക്ക് 1 കപ്പ് ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ ചേർക്കുക. കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്. പഞ്ചസാര നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് ഈസ്റ്റ് എടുത്ത ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. എല്ലാം കൂടി അരച്ചിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി മാവിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ രീതിയിൽ ബാറ്റർ റെഡിയാക്കുക. പിന്നീട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതിനി അടച്ചു വെച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ആ സമയത്ത് ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കണം. ഇപ്പോൾ ഇവിടെ പാലപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഇനിയും ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാലപ്പച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാലപ്പച്ചട്ടിയുടെ ചൂട് കുറയുകയോ കൂടുകയോ ചെയ്യരുത്. മാവ് കോരി ഒഴിക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് പാലപ്പം റെഡിയാകും. ഇതിൻ്റെ പ്രത്യേകത, ഈ പാലപ്പം കുറച്ച് സമയം ഇരുന്നാലും, രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകുകയില്ല. എപ്പോഴും നല്ലതായിട്ടുണ്ടാക്കാവുന്ന ഈ പാലപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.